ഉണ്ണണമെന്നും ഉറങ്ങണമെന്നും പെണ്ണുങ്ങളോടു രസിക്കണമെന്നും കണ്ണിൽ കണ്ട ജനങ്ങളെയെല്ലാം എണ്ണിക്കൊണ്ടു ദുഷിക്കണമെന്നും ഇത്തൊഴിലല്ലാതിപ്പരിശയ്ക്കൊരു വസ്തുവിചാരമൊരിക്കലുമില്ല. തലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ എന്ന ശ്രീ കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൻ്റെ തനതായ ഹാസ്യ കലാരൂപമായ ഒട്ടൻ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, മലയാള ഭാഷയുടെ പിതാവ്, തുഞ്ചത്ത് രാമാനുജം എഴുത്തച്ഛൻ എന്ന എഴുത്തച്ഛൻ. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മുംബൈ മലയാളി ചാനലിൻ്റെ വ്യത്യസ്തമായ മറ്റൊരു കണ്ടൻറ്റുമായി ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാല് സർജറി ചെയ്ത് ഒടിഞ്ഞ ഭാഗം നേരെയാകുവാൻ ഇനിയും സമയമെടുക്കും. ചില സുഹൃത്തുക്കൾക്കെങ്കിലും അറിയാമായിരിക്കും, യൂട്യൂബിൽ മറ്റ് FBയിൽ ഫ്രണ്ട്സിനൊക്കെ അറിയാം. എന്തായാലും അതിന് സമയമെടുക്കും. വെളിയിൽ പോയി വ്ളോഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ ഞാൻ വീട്ടിനകത്തിരുന്ന് തന്നെ ചെയ്യുന്ന വ്ളോഗുകളാണ് ഇപ്പോൾ ഇടുന്നത്. എന്ന് പറഞ്ഞാൽ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ വീട്ടിനകത്ത് ഇരുന്ന് വീഡിയോകളാണ് ഇപ്പോൾ ചെയ്യുന്നത്. പുതിയ ഒരു കണ്ടൻറ്റ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതായത് പേപ്പറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ, തലക്കെട്ടോടുകൂടി വരുന്ന വാർത്തകളല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രസക്തമായ വാർത്തകൾ, എന്നാൽ മറ്റ് പല മീഡിയകളിലും പേപ്പറുകളിലും വരാത്ത വാർത്തകൾ. അവർക്ക് ഒരുപക്ഷെ താല്പര്യമില്ലായിരിക്കാം. സത്യസന്ധമായ വാർത്തകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ മറ്റു വാർത്തകളിലേക്ക് നമുക്ക് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മെയ് 20 ഈ കലണ്ടറിൽ കാണുന്നത് മെയ് 20 ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ സത്യസന്ധമായിട്ടുള്ളത് അറിയണമെങ്കിൽ, സത്യം പറഞ്ഞാൽ ഏത് പേപ്പറാണെങ്കിലും, ഞാൻ ഒരു വസ്തുത പറയട്ടെ. മുൻവശത്തെ ഈ പേജ് അങ്ങനെ അത്ര സത്യസന്ധമാണെന്ന് നമുക്ക് പറയാനൊക്കില്ല. സത്യസന്ധമാണ് അല്ലെന്നും പറയാനൊക്കത്തില്ല. കാരണം മുൻവശത്തെ ഈ പേജിൽ എന്തെങ്കിലും ഒരു ബയാസ്ഡായിട്ട് അല്ലെങ്കിൽ പക്ഷപാതപരമായിട്ട് അവർക്ക് പേപ്പറുകാർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ന്യൂസുകൾ അവർ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ളത് വസ്തുതയാണ്. അത് ഏത് പത്രം ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ ഇത്ര വർഷത്തെ ഇത്ര വയസ്സിലെ എൻ്റെ പരിചയം വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ബാക്കിലെ ന്യൂസുകൾ, പക്ഷേ എന്ന് വെച്ചാൽ ഇന്ന് വന്നിരിക്കുന്ന തലക്കെട്ട് സത്യമല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു പൊതുവെ ഒരു പരമാർത്ഥമാണ് പറയുന്നത്. ഏറ്റവും ബാക്കിലെ ന്യൂസുകളാണ് ഞാൻ ആദ്യം പോകാറ്. അപ്പോൾ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു എന്നും പറഞ്ഞ് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് തലക്കെട്ടോടുകൂടി. അത് ദേശീയപാത തന്നെയാണ്. അപ്പോൾ ദേശീയപാത നിർമ്മാണത്തിന് സാധാരണഗതിയിൽ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സഹകരണമാണ് നമുക്ക് ലഭിക്കാറുള്ളത്. അതായത് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ദേശീയപാതയുടെ ഫണ്ടിലെ ഒരു നല്ല വിഹിതവും കേന്ദ്രമാണ് വഹിക്കുന്നത്. ബാക്കി ഫണ്ട് സ്ഥലമെടുപ്പും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും മാത്രമാണ്, കുറച്ച് ഫണ്ട് മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് മുന്തിയ പങ്കും നൽകുന്ന കേന്ദ്രത്തിന് ഇതിന് നിർമ്മാണത്തിൽ വലിയ പങ്കൊന്നും വരാറില്ല. അപ്പോൾ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പ്രശസ്തരായ കോൺട്രാക്ടർമാർക്ക് ലേലം ചെയ്തായിരിക്കാം ഒരുപക്ഷെ അത് കൊടുക്കുന്നത്. പക്ഷേ ഈ ദേശീയപാതയ്ക്കൊക്കെ ഇത്ര വലിയ വിള്ളലുകളും ഇത്ര വലിയ മണ്ണിടിച്ചിലും, അല്ല മണ്ണിടിച്ചിൽ മൂലമാണോ അത് മണ്ണിടിഞ്ഞത് കാരണമാണെന്ന് പറയുന്നു എങ്കിൽ, അത് ആ മണ്ണിടിഞ്ഞ ഭാഗത്ത് ആദ്യം എന്തെങ്കിലും സെക്യൂരിറ്റി സംവിധാനം അല്ലെങ്കിൽ സേഫാക്കി വെച്ചുകൊണ്ട് മാത്രമേ ഈ പാത നിർമ്മിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അത് അങ്ങനെ. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ, തുഞ്ചന് പിന്നാലെ കുഞ്ചൻ നമ്പ്യാരെ അപമാനിക്കുന്നു. സത്യമല്ലേ? തുഞ്ചത്തെഴുത്തച്ഛന് ഒരു സത്യസന്ധമായ നിലയിൽ നമ്മുടെ സർക്കാർ ഒരു സ്ഥാനം നേരത്തെ തന്നെ ഉണ്ട്. അവിടെ ഒരു പ്രതിമയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മിക്കാനായി തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറയുന്ന നമ്മുടെ മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ച കവിതകളും കവിതാസമാഹാരം എന്ന് തന്നെ പറയാം കൊടുത്ത മലയാള ഭാഷയുടെ തനിമയാർന്ന മലയാള ഭാഷയുടെ ശുദ്ധ മലയാളത്തിൻ്റെ മഹാകവിയാണ്. അദ്ദേഹത്തെ അപമാനിക്കരുത് എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ നമുക്കൊക്കെ മനസ്സിലാകുന്ന പോലെ എത്ര പേർ കണ്ടിരിക്കുമെന്നറിയത്തില്ല, എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് പോലും പുതിയ തലമുറയിൽപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ മുഖഛായയോ മറ്റോ മനസ്സിലുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഓട്ടംതുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അദ്ദേഹമാണ് ആദ്യമായി ഓട്ടംതുള്ളൽ രംഗത്ത് അവതരിപ്പിച്ചു. അത് വളരെ നർമ്മമായ ഭാഷാ പ്രയോഗത്തോടു കൂടിയുള്ള പദ്യഭാഗങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പാടിക്കൊണ്ടാണ് ഈ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ കണ്ടിട്ടുള്ളവർക്കറിയാം. സ്റ്റേജിൽ അല്ലെങ്കിൽ മറ്റ് വീഡിയോകളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, എത്ര മനോഹരമായിട്ടാണ് ആ നർമ്മഭാഷ്യം അത് അവതരിപ്പിക്കുന്നത്. ഉണ്ണണമെന്നും ഉറങ്ങണമെന്നും പെണ്ണുങ്ങളോട് രസിക്കണമെന്നും കണ്ണിൽ കണ്ട ജനങ്ങളെയെല്ലാം എണ്ണിക്കൊണ്ടു ദുഷിക്കണമെന്നും ഇത്തൊഴിലല്ലാതിപ്പരിശയ്ക്കൊരു വസ്തുവിചാരമൊരിക്കലുമില്ല. ചെറുതായിട്ട് ആ ന്യൂസ് മലപ്പുറം ജില്ലയിലും തിരൂരിലും തുഞ്ചത്തെഴുത്തച്ഛന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അപമാനം പോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരെ അപമാനിക്കുന്ന ശ്രമങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും ഉയർന്നു വരുന്നത് ആശങ്കാജനകമെന്ന് വിശ്വ ഹിന്ദു പരിഷത്തും സാധ്യപോട്ടെ. അത് പലരും, ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം കറുത്തായിരിക്കാൻ ആ ന്യൂസ് ആര് പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് പേപ്പർ വായിക്കേണ്ടവർക്ക് വായിച്ച് മനസ്സിലാക്കാം. അപ്പം ഇതിവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തിരൂരിൽ
തിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് തുഞ്ചത്ത് ആചാര്യൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന അതേ ശക്തികൾ തന്നെ മറ്റൊരു രൂപത്തിലും ഭാവത്തിലും അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നതായി ഇങ്ങനെ ഒരു മുൻമന്ത്രി വ്യക്തമാക്കിയതാണ് പറയുന്നത്. എന്തായാലും ഈ തകർക്കൽ വളരെ എളുപ്പം ഉള്ള ഒരു സംവിധാനമാണ്, അതാർക്കും സാധിക്കും. പക്ഷേ ഇതൊക്കെ പുലർത്തിപ്പോകാനും ഇത് സംരക്ഷിച്ചു പോകാനും പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള വിധ്വംസക ശക്തികളെ കണ്ടെത്തി അവരെ നമ്മൾ മാറ്റി നിർത്തുക തന്നെ വേണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പോലീസോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ നടപടിയെടുക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും തുഞ്ചത്തെഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാർക്കും നല്ല സ്മാരകങ്ങൾ അത്യാവശ്യം തന്നെയാണ്. അത് മലയാള ഭാഷയ്ക്കോ കേരളത്തിനോ നൽകിയ സംഭാവനകളെ മാനിച്ചെങ്കിലും അപ്പോൾ അത് ആവശ്യം തന്നെയാണ്. അപ്പോൾ അത് ഉടൻ സംഭവിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നീട് ഇതിൽ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഇത് എന്തെങ്കിലും വാർത്തകൾ ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം അതിനകത്ത് വാസ്തവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവർ മാത്രം. അപ്പോൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് ഭീകരർ 2 പേര് ഷോപ്പിയാനിലും പിന്നെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ, അതായത് ഹൈദരാബാദിൽ ഭീകരാക്രമണ പദ്ധതി തകർത്തു, IS ഭീകരർ പിടിയിൽ, ഇങ്ങനെയാണ് വാർത്തകൾ. അപ്പം ഇപ്പോഴും സൈന്യം അല്ലെങ്കിൽ സേനാ പട്ടാളം അല്ലെങ്കിൽ പോലീസ് വളരെ ഒരു ഉത്സാഹത്തോടു കൂടി ഈ ഭീകരരെ പിടിക്കാൻ വളരെ തെരച്ചിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്തായാലും ഇത് ഇപ്പോഴും അകത്ത് നുഴഞ്ഞു കയറിയ ഭീകരർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് അവരെ പിടികൂടുന്നത് നമ്മൾ അഭിനന്ദനം അർപ്പിക്കുന്ന കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പഹൽഗാം ആക്രമണത്തിൽ ഭീകരരിൽ 2 പേർ പാക് പട്ടാളത്തിൻ്റെ കമാൻഡോകളെന്ന് പാക് മാധ്യമപ്രവർത്തകർ തന്നെ പാകിസ്ഥാനിലെ ഒരു മാധ്യമപ്രവർത്തകൻ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലോ അദ്ദേഹത്തിൻ്റെ കളിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് ആണ് പറയുന്നത്. ഇസ്ലാമാബാദിൽ നിന്നുള്ള വാർത്തയാണ്. 2 പേർ പാക് പട്ടാളത്തിലെ കമാൻഡോകളായി എന്നുകൂടി ഭീകരരായിട്ട് വന്നവർ പഹൽഗാമിൽ. അപ്പോൾ അവരത് തുടർച്ചയായി നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊക്കെയാണ് നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ വീണ്ടും പറയുന്നത്. ഇന്ന് ഇവിടെ നമ്മുടെ രാജ്യത്തിനകത്തു നിന്ന് തന്നെ ആദ്യം തന്നെ വന്ന ഒരു ദേശീയതയ്ക്കെതിരായിട്ട് വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ കൊണ്ടാടി എന്നുള്ളതാണ് വാസ്തവം. അതായത് ഭീകരർ ഇവിടെ നടന്ന സംഭവങ്ങളും പഹൽഗാമിൽ നടന്ന സംഭവങ്ങളും സർക്കാരിൻ്റെ ഒരു കെട്ടിച്ചമയ്ക്കലാണ്, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു വരുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി പൊളിച്ചടിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു പാഠം പാകിസ്ഥാനെ പഠിപ്പിച്ചിരിക്കുകയാണ്. ജാഗ്രതയോടെ സൈന്യം നിലകൊണ്ടാണ് പാക് ആക്രമണം വീണ്ടും ഇത് വെടിനിർത്തലിന് ശേഷം ഉണ്ടായത്. അത് പട്ടാളം നിലകൊണ്ടു എന്നാണ് പറയുന്നത്. ഒരു അനുബന്ധം കൂടി ഈ വീഡിയോയോടൊപ്പം ചേർക്കുകയാണ്. നമ്മൾ പൊതുവെ കേട്ട വാർത്തകൾ ഒന്നിച്ചു കൂട്ടി പറയുകയാണ്. പത്രത്തിലൊക്കെ വന്നായിരിക്കാം എങ്കിലും കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്താനും ഈ യുദ്ധത്തിൻ്റെ ഈ സംഘർഷത്തിൽ നിന്ന് എന്താണ് സംഭവിച്ചത് ആക്ച്വലി എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അതിൻ്റെ പ്രൂഫ് സഹിതം വിദേശത്ത് പര്യടനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് സർവ്വകക്ഷികളിൽപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് പ്രഗത്ഭരായ നേതാക്കന്മാരെ തിരഞ്ഞെടുത്താണ് വിദേശത്തേക്ക് അയക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ ഈ അടുത്തിടെ കേട്ട വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന ശശി തരൂർ, അദ്ദേഹം നമുക്കറിയാം UN ഓഫീസിൽ വളരെ ഉന്നതമായ ഉദ്യോഗം നിർവഹിച്ചിരുന്ന ആളാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനം തന്നെയായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് എന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ വന്നതിന് ശേഷം, രാഷ്ട്രീയ പാർട്ടിയിൽ വന്നതിന് ശേഷം അദ്ദേഹം MP ആയി മത്സരിച്ചു. 3ാമത്തെ തവണ MP ആയി വിജയിച്ചു. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം അദ്ദേഹത്തിൻ്റെ ജനസമിതി കൂടുതലും അദ്ദേഹത്തിന് ലഭ്യമായത് അദ്ദേഹം ഒരു നല്ല ഉന്നത സ്ഥാനത്ത് നിന്ന് വന്ന പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ നിന്ന് ലീഡറായിട്ട് അയക്കാനായിട്ട് തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ അവർ മറ്റു പേരുകൾ പറഞ്ഞ് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് താല്പര്യമില്ല കോൺഗ്രസ്സിന് ശശി തരൂരിനെ അവരുടെ നോമിനിയായിട്ട് അയക്കാൻ. എന്താണെന്ന് മറ്റാർക്കും മനസ്സിലാകാത്ത കാര്യങ്ങളൊന്നുമല്ല. കാരണം അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന നല്ല പദ്ധതികളെ അംഗീകരിച്ച് സംസാരിക്കാറുണ്ട്. അതുതന്നെയാണ് കാര്യം. അപ്പോൾ അതിന് എതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുക എന്ന രീതിയിൽ ഈ രാഹുൽ ഗാന്ധിയൊക്കെ വിദേശത്ത് പോലും പോയി നടന്ന് ഇങ്ങനെ ടൂർ അടിക്കാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പോയി പങ്കെടുത്തിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത അസംബന്ധങ്ങളൊക്കെ നമ്മുടെ ഭാരതത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അതുപോലെയല്ല, അദ്ദേഹം വളരെ സത്യസന്ധൻ ഞാൻ ഉദ്ദേശിച്ചത് നിഷ്പക്ഷമായിട്ട്, അതുപോലെ ബുദ്ധി ഉള്ള ഒരു നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ്, രാഷ്ട്രീയക്കാരൻ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഓർമ്മിക്കുക, കോൺഗ്രസ് പാർട്ടിയിലുള്ള ഉന്നതരെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസ് അനുഭാവികൾ, നിങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. കാരണം അസറുദ്ദീൻ ഒവൈസിയെ പോലും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക്, സർവകക്ഷി സംഘത്തിലേക്ക്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, രാജ്യത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞവരെന്ന് പൂർണ്ണ ബോധ്യം ഉള്ളവരെ മാത്രം ഏതെങ്കിലും അവസരത്തിൽ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം എല്ലായ്പ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ എതിർക്കുക അല്ലെങ്കിൽ അവിടെ പ്രധാനമന്ത്രിയെ എതിർക്കുക എന്നൊക്കെ പറയുന്നത് ശരിയായ ഒരു നിലപാടല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കേന്ദ്രം സെലക്ട് ചെയ്തു, അത് തെറ്റ് പറയാനില്ല. ഉണ്ടോ?
നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. പണ്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അന്ന് നരസിംഹറാവു സർക്കാരിൻ്റെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പിന്നെ യു എന്നിലേക്ക് പ്രസംഗിക്കാനും യു എന്നിലേക്ക് അയക്കാനും നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ BJP പ്രതിനിധിയായിരുന്നു, BJP അംഗമായിരുന്നു. അദ്ദേഹം ലോക്സഭാംഗമായിരുന്നു. അതുപോലെ തന്നെ ശരത് പവാർ അന്ന് കോൺഗ്രസുമായിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കിയ അദ്ദേഹത്തിന് കോൺഗ്രസ് തന്നെ നരസിംഹറാവു സർക്കാർ നോമിനിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ചരിത്രപരമായിട്ട് പരിശോധിച്ചാൽ. ഇതൊരു പുതിയ സംഭവമല്ല. എന്തായാലും നല്ലത് വരട്ടെ. ജയ് ഭാരത് മാതാ, ജയ് ഹിന്ദ്.